ഇന്ത്യൻ തിരിച്ചടിയിൽ തകർന്ന് തരിപ്പണമായി പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ. പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരതയ്ക്ക് പകരം ചോദിച്ച് ഇന്ത്യ. പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ സൈനിക ശക്തി തകർത്തത്. ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനെയും ലഷ്കർ ഇ തോയ്ബയുടെയും ആസ്ഥാനങ്ങളും ഇന്ത്യ തകർത്തു. ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളായ 10 പേർ ഉൾപ്പെടെ ഭീകരരുമായി ബന്ധമുള്ള നിരവധി പേരും കൊല്ലപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഏറ്റവും ഒടുവിൽ മസൂദ് അസർ എവിടെ എന്നുള്ള ചോദ്യമാണല്ലോ. ഇതിന് ഔദ്യോഗികമായിട്ട് ഒരു സ്ഥിരീകരണവും ഇതുവരെ വന്നിട്ടില്ലല്ലോ. മഞ്ജുഷ, മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളായ 10 പേരും ഒപ്പം തന്നെ അനുയായികളായ 4 പേരും കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിലായി ലഭിക്കുന്ന വിവരം. അക്കാര്യം മൗലാന മസൂദ് അസറിൻ്റെതായുള്ള ഒരു പ്രസ്താവന കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഒരു ദേശീയ മാധ്യമത്തിൽ, അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇക്കാര്യം മൗലാന മസൂദ് അസർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യയുടെ സൈന്യം ആക്രമണം നടത്തിയത് 9 കേന്ദ്രങ്ങളായിരുന്നു. ഈ 9 കേന്ദ്രങ്ങളിൽ 4 എണ്ണം പാകിസ്ഥാനിലും ഒപ്പം 5 എണ്ണം പാക് അധീന കശ്മീരിലുമായിരുന്നു. ഇതിൽ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിലാണ് മൗലാന മസൂദ് അസർ, ജെയ്ഷ് ഇ മുഹമ്മദ് സ്ഥാപകൻ കൂടിയായ ഭീകര സംഘടനയായ ജെയ്ഷ് ഇ മുഹമ്മദിന്റെ സ്ഥാപകൻ മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കുടുംബാംഗങ്ങളായ മൂത്ത സഹോദരി ഭർത്താവും ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. 4 അനുയായികളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ബഹാവൽപൂരിലാണ് ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ആസ്ഥാനം. അത് ഏതാണ്ട് 18 ഏക്കർ വരുന്നൊരു കോംപ്ലക്സ് ആണ്. അവിടെ ആയുധ പരിശീലനം, ഭീകര പരിശീലനമുണ്ട്. ഒപ്പം തന്നെ മതപഠന ക്ലാസ്സുകളുണ്ട്, വീടുകളുണ്ട്, ജിംനേഷ്യം, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു 18 ഏക്കർ വരുന്ന കോംപ്ലക്സ് ആണ്. അവിടെയാണ് ഏതായാലും ഇന്ത്യൻ സേന കൃത്യമായ ആസൂത്രണത്തോടു കൂടി തെരഞ്ഞുപിടിച്ച്, അല്ലെങ്കിൽ 14 ദിവസം കാത്തുനിന്ന് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വിജയം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. കാരണം എന്താണോ ഇന്ത്യ സൈന്യം ലക്ഷ്യം വെച്ചത് അത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. കാരണം ഇന്ത്യയുടെ ആക്രമണം എന്ന് പറയുന്നത് ജനവാസ മേഖലയിലായിരുന്നില്ല, പാക് സൈനിക താവളത്തിന് നേരെയായിരുന്നില്ല, മറിച്ച് ഭീകര താവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. പ്രത്യേകിച്ച് പാക് അധീന കശ്മീരിൽ 5 താവളങ്ങൾ നേരെ ആക്രമണം നടത്തി. ഒപ്പം തന്നെ പാകിസ്ഥാനിലെയും 4 താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഭീകരതയ്ക്കെതിരെയാണ് നടപടി, മറിച്ച് പാകിസ്ഥാനിലെ സാധാരണക്കാർക്കെതിരെ അല്ല ഇന്ത്യയുടെ നടപടിയെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഒരുപക്ഷെ പാകിസ്ഥാന് മറുപടി ഇല്ലാതെ പോയതും ഇതുകൊണ്ട് തന്നെയായിരിക്കാം. കാരണം ഇന്ത്യ ഒരുപക്ഷെ സൈനിക കേന്ദ്രങ്ങൾ, ജനവാസ മേഖലയിലേക്കാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ അന്താരാഷ്ട്ര വേദിയിലടക്കം പാകിസ്ഥാൻ ഇത് ഉന്നയിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഭീകരതയ്ക്കെതിരെ ഭീകര താവളങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ നടപടി രാവിലെ ഇന്ന് പുലർച്ചെ പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നെങ്കിൽ 10 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ, വിദേശകാര്യ സെക്രട്ടറിയും സൈനിക ഉദ്യോഗസ്ഥരും തന്നെ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ഭീകരതയ്ക്കെതിരാണ് ഇന്ത്യയുടെ നടപടി. അത്തരത്തിൽ ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ ഇന്ത്യക്ക് അത്തരമൊരു തിരിച്ചടി നൽകാൻ അവകാശമുണ്ട് എന്നാണ് വിദേശകാര്യ സെക്രട്ടറി ആവർത്തിച്ച് വ്യക്തമാക്കിയത്. അപ്പോൾ പോലും പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളെയോ ജനവാസ മേഖലയോ ആക്രമിച്ചില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ കഴിഞ്ഞ കാലങ്ങളായി പാകിസ്ഥാൻ അതിർത്തി കടന്ന് സാധാരണക്കാരായ ആളുകൾക്ക് നടത്തിയ ആക്രമണങ്ങളും അദ്ദേഹം എണ്ണി പറഞ്ഞു. ഏതാണ്ട് 350-ലധികം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയത്. എവിടെയൊക്കെ ആക്രമണം നടത്തിയതിന്റെ ചിത്രങ്ങൾ സഹിതം, ദൃശ്യങ്ങൾ സഹിതം സൈനിക ഉദ്യോഗസ്ഥർ തന്നെയാണ് സൈന്യത്തിന്റെ ഔദ്യോഗികമായി തന്നെ നിലപാട് പറഞ്ഞത്. അതിലാണ് ഈ 9 കേന്ദ്രങ്ങൾ, ആ 4 കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ്, മറ്റ് 5 കേന്ദ്രങ്ങൾ പാക് അധിനിവേശ കശ്മീരിലാണ്. അതായത് മുസഫറാബാദിലെ 2 കേന്ദ്രങ്ങൾ, ബഹാവൽപൂരിൽ ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മേഖലയാണ്, കോട്ട്ലി എന്ന് പറയുന്നത്
POKയിൽ ഉൾപ്പെടുന്ന പ്രത്യേകിച്ച് ലോഞ്ച് പാഡുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ്. ചക്രമു അമ്രുവും സമാനമായ രീതിയിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ബിംബേർ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. മുരിഡ്കെ അത് മറ്റൊരു ഭീകര സംഘടനയുടെ താവളമാണ്. ലഷ്കർ ഇ തൈബയുടെ ആസ്ഥാനമാണ് മുരിഡ്കെ. അവിടെയും സമാനമായ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തകർന്നു എന്നാണ്. മുരിഡ്കയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒരുപക്ഷെ വരും മണിക്കൂറുകൾ അറിഞ്ഞേക്കാം. കാരണം അവിടെയും സമാനമായ രീതിയിൽ നിരവധി ഭീകരർ തമ്പടിക്കുന്ന സ്ഥലമാണ്. മൗലാന മസൂദ് അസറിനെ പോലെ തന്നെ ഇന്ത്യയിൽ എണ്ണിയാലൊടുങ്ങാത്ത ആക്രമണം നടത്തിയ ഹാഫിസ് സയ്യിദ്, പ്രത്യേകിച്ച് മുംബൈ ഭീകരാക്രമണത്തിന് സൂത്രധാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഹാഫിസ് സയ്യിദിന്റെ ലഷ്കറിന്റെ ആസ്ഥാനമാണ് മുരിഡ്കെ. ഒപ്പം തന്നെ സിയാൽകോട്ടിലെയും സമാനമായ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെയാണ് ഹിസ്ബുൾ മുജാഹിദീന്റെ ആസ്ഥാനമുള്ളത്. അങ്ങനെ ഭീകര സംഘടനകൾക്ക് അവരുടെ താവളങ്ങളെ തെരഞ്ഞു പിടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും 1971 ശേഷം അതിർത്തി കടന്നുകൊണ്ട് ഇന്ത്യ ഒരു ആക്രമണം പാകിസ്ഥാൻ മേൽ നടത്തുന്നത്, ഇന്ത്യൻ ടെറിട്ടറിയിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും പാകിസ്ഥാന്റെ ഭൂപ്രദേശത്ത് ഒരു ആക്രമണം നടക്കുന്നത് ഇതാദ്യമായാണ്. കാരണം ഉറിയിലായിക്കോട്ടെ, അതിനുശേഷം പുൽവാമയ്ക്കുള്ള മറുപടി ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ പാക് അധിനിവേശ കശ്മീരിലായിരുന്നു. എല്ലാ കാലത്തും ഇന്ത്യയുടേതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലത്താണ് ആക്രമണം നടത്തിയെങ്കിൽ ഇപ്പോൾ അതല്ല, പാകിസ്ഥാനിൽ ഏതാണ്ട് 100 കിലോമീറ്റർ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് കടന്നുകൊണ്ടൊരു ആക്രമണത്തിലേക്ക് ഇന്ത്യ കടന്നിരിക്കുകയാണ്. ഏതായാലും ഇതിനുശേഷം നിർണായകമായ യോഗം ഡൽഹിയിൽ നടന്നു. CCS സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. അതിർത്തിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി. ഏതായാലും പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനമൊക്കെ തന്നെ നിശ്ചയിച്ചിരുന്നു. ക്രൊയേഷ്യയിലേക്ക് അടക്കം അദ്ദേഹം സന്ദർശനം നിശ്ചയിച്ചിരുന്നതാണ്. അതൊക്കെ തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ മിനിറ്റിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനവും അതുതന്നെയാണ്. നാളെ സർവകക്ഷി യോഗം ചേരും. ഈ സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യും. സ്വാഭാവികമായും പാർലമെന്റിൽ പ്രാതിനിധ്യമുള്ള എല്ലാ പാർട്ടികളുടെ അംഗങ്ങൾക്കും ക്ഷണമുണ്ടാകാൻ തന്നെയാണ്, ഈ സർവകക്ഷി യോഗത്തിൽ ക്ഷണമുണ്ടാകാൻ തന്നെയാണ് സാധ്യത. മഞ്ജുഷ, അഭിലാഷ്. വളരെ കൃത്യമായ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുന്നു. ഇത് രാകേഷ്, ഒരു കാര്യം കൂടി വളരെ എടുത്തു പറയേണ്ടതാണല്ലോ. ഈ ഓപ്പറേഷന് സിന്ദൂർ എന്ന് പേരിട്ടു ഇന്ത്യ. അത് മാത്രവുമല്ല, വാർത്താ സമ്മേളനത്തിലടക്കം ആ വാർത്താ സമ്മേളനം നയിച്ചത് 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ കൂടിയായിരുന്നു. വളരെ കൃത്യമായ സന്ദേശം കൂടിയാണല്ലോ ഇന്ത്യ ലോകത്തിന് തന്നെ നൽകിയത്. അതെ അഭിലാഷ്, കാരണം തെരഞ്ഞു പിടിച്ച ആക്രമണമാണ് പഹൽഗാമിൽ നടന്നത്. കാരണം പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് അവരുടെ മതം ചോദിച്ച്, പേര് ചോദിച്ച് ആക്രമണം നടത്തിയെന്ന് ദൃക്സാക്ഷികൾ തന്നെ, കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതിനൊരു മറുപടി എന്ന നിലയിൽ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകിയത്. ഇപ്പോൾ ആ കൊല്ലപ്പെട്ടവരിൽ ഹിമാൻഷി നർവാൾ അവർ വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 6 ദിവസം, ഒരാഴ്ച മാത്രമേ പിന്നിട്ടിരുന്നുള്ളൂ. അവർ ഇപ്പോൾ വിധവയാണ്. അങ്ങനെ നിരവധി സ്ത്രീകൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ, നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാന്റെ നടപടിയിൽ സിന്ദൂരം മായ്ക്കപ്പെട്ട വനിതകൾ, അവർക്ക് വേണ്ടിയുള്ളൊരു പ്രതികാരം എന്ന നിലയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകിയിരിക്കുന്നത്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണഗതിയിൽ മുൻപ് ഉറിയ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ, സൈന്യം സമാനമായ രീതിയിൽ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അന്ന് മറ്റ് ഉദ്യോഗസ്ഥരാണ് നടത്തിയതെങ്കിൽ ഇന്ന് അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഈ വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം പങ്കെടുത്ത 2 പേർ വനിതാ ഉദ്യോഗസ്ഥരാണ്. ഒന്ന് കേണൽ സോഫിയ ഖുറൈഷി, മറ്റൊന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഇതിൽ വിദേശകാര്യ സെക്രട്ടറി പാകിസ്ഥാന്റെ പങ്ക് എന്ത് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്. കാരണം TRF എന്ന് പറയുന്ന സംഘടന അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അത് ലഷ്കറുമായി ബന്ധമുള്ള സംഘടനയാണ്. മുൻകാലങ്ങളിൽ എന്തൊക്കെ ചെയ്തു, പാകിസ്ഥാൻ അവർക്ക് തെളിവുകൾ ഇന്ത്യ നിരത്തുമ്പോൾ പോലും അത് നിഷേധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ അത്തരം വശങ്ങളാണ് വിശദീകരിച്ചെങ്കിൽ എന്താണ് അതിർത്തി കടന്നുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടത്തിയതെന്ന് വിശദീകരിക്കുകയായിരുന്നു ഈ 2 വനിതാ ഉദ്യോഗസ്ഥർ. അവർ തന്നെയാണ് ചിത്രങ്ങൾ സഹിതം ഇന്ന സ്ഥലത്തൊക്കെ ആക്രമണം നടത്തി, പാക് അധീന കശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങളും ആക്രമിച്ചുവെന്ന് വിശദീകരിച്ചത്. അങ്ങനെ 2 വനിതാ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ വിശദീകരണമായി രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അതിർത്തിയിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് കേന്ദ്രം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഈ ആക്രമണം നടന്നതിന് ശേഷം ജമ്മു അതിർത്തിയിൽ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര അതിർത്തി മുതൽ നിയന്ത്രണ രേഖ ഉൾപ്പെടെയുള്ള മേഖലയിൽ, ജമ്മു മുതൽ കശ്മീർ വരെയുള്ള മേഖലകളിൽ വലിയ രീതിയിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അവിടെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘനം കഴിഞ്ഞ 2 ആഴ്ചയായി നടന്നതാണ്. ഇന്ന് പക്ഷേ ഷെല്ലാക്രമണം അടക്കം അവിടെ നടന്നു. 8 ഗ്രാമീണർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തു.